നമസ്കാരം. മരുഭൂമിയിലെ യാത്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മരുഭൂമിയുടെ യാത്രയുടെ എപ്പിസോഡുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് അബുദാബിയിലാണ്. അബുദാബിയിലെ ഗോൾഡൻ ഗ്ലാസ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ എസ് അബ്ദുൾ റഹ്മാൻ സാറാണ് നമ്മോടൊപ്പം എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയെക്കുറിച്ച് നമുക്ക് അല്പനേരം ഒന്ന് കണ്ണോടിക്കാം, കാതോർക്കാം. ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വളരെ തിരക്കേറിയ സമയത്ത് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി അല്പസമയം മാറ്റിവെച്ചതിന് നന്ദിയും അറിയിക്കുന്നു. സാർ, നാട്ടിൽ എവിടെയായിരുന്നു? കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് ചാവക്കാടിനടുത്ത് അകലാട് എന്നൊരു ഗ്രാമമാണ്. ഈ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനുണ്ടായ ആ ഒരു കാലഘട്ടം ഒന്ന് ഓർമ്മിക്കാൻ കഴിയാമോ? ഞാൻ 1975 ഇവിടെ എത്തിയത്. അന്ന് ഷിപ്പിന് ദുംറ എന്നൊരു ഷിപ്പിലാണ് ഇവിടെ വന്ന് ഒരു 3 വർഷത്തോളം നമ്മൾ പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തു. അതിനുശേഷം പിന്നെ ഞാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി. ആദ്യം ഒരു ലാൻഡ്രി ആയിരുന്നു. ഗൾഫിലൊന്നും ഒന്നും മലയാളികളൊന്നും ഞാൻ ചെയ്ത ആ ഫീൽഡിലില്ല. മലയാളിയായിട്ട് ആദ്യമായിട്ട് അബുദാബിയിൽ സ്വന്തമായിട്ട് ലാൻഡ്രി ഞാൻ തുടങ്ങിയെന്ന്. അതിനുശേഷം ഒരു 5 വർഷത്തിന് ശേഷം ഞാൻ ഈ ഗ്ലാസ് ഫീൽഡിൽ വന്നു. ഗ്ലാസ് ആൻഡ് ഫോട്ടോ ഫ്രെയിം. അന്നും ആ ഫീൽഡിലും മലയാളികളില്ല. പിന്നെ അതിന് ശേഷം ഇപ്പോൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ ആയിട്ട് ഇതിന്റെ അനുബന്ധ സ്ഥാപനങ്ങൾ 10-15 ഓളം സ്ഥാപനങ്ങൾ അബുദാബിയിലും മുസഫയിലും ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ എത്രത്തോളം സ്ഥാപനങ്ങളിലെത്തി? നമ്മള് സ്ഥാപനങ്ങളായിട്ട് ഇപ്പൊ എനിക്കൊരു 5 സ്ഥാപനമുണ്ട്. അല്ലയിൽ ഒന്നുണ്ട്, ഇവിടെ തന്നെയുണ്ട്. പിന്നെ ഒരു കാഫ്റ്റീരിയ ഇതായിട്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമ്മളിൽ പെട്ട പിള്ളേരും പിന്നെ കുടുംബങ്ങളും അങ്ങനെ ബന്ധുക്കളും അങ്ങനെയുള്ളവരൊക്കെ നമ്മളിവിടെ കൊടുന്നു. ഒരു നമ്മളായിട്ട് ജോലി ചെയ്ത് പിന്നെ അവരൊക്കെ സ്വന്തമായിട്ട് ഓരോ സ്ഥാപനങ്ങൾ തുടങ്ങി. അങ്ങനെ ഒരു ടോട്ടൽ ഇപ്പോൾ ഒരു 10-13 ഇപ്പോൾ 15ന്റെ ഉള്ളിലുണ്ട് സ്ഥാപനങ്ങളുണ്ട്. അതൊക്കെ നമ്മളതല്ല, അവരെ സ്വന്തമായിട്ടാണ്. ഒക്കെ നമ്മളതല്ല അത്. കാരണം നമ്മളത് ചെയ്തു കൊടുക്കണം. നമ്മൾ കാരണം ഓരോരുത്തർക്ക് ഒരു ഉയർച്ച ഉണ്ടായി. നമ്മളെ കുടുംബങ്ങളിൽ വന്ന് അവർക്ക് നമ്മളൊരു സ്ഥാപനം ഇട്ട് കൊടുത്ത് നമ്മൾ തന്നെ അവർക്ക് സാധനം, നമുക്ക് ഹോൾസെയിൽ സപ്ലൈ ഉണ്ട്. അപ്പൊ നമ്മൾ തന്നെ അവർക്ക് സാധനം കൊടുത്ത് അവര് എല്ലാവരും സേഫ്റ്റിയാണ്. ചുരുങ്ങിയ ആൾക്ക് ഒരു 10-50 ആളിൽ താഴെ നമ്മളെ കുടുംബങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അവരൊക്കെ സ്വന്തമായിട്ട് എല്ലാവർക്കും സ്വന്തമായിട്ട് സ്ഥാപനങ്ങളുണ്ട്. അതാണിപ്പോ നമ്മളെ പശ്ചാത്തലം. ഇന്നിപ്പോ മക്കളായി. മൂത്തമകനാണ് അവന്. സൈഡിൽ നിൽപ്പുണ്ട് മൂത്തമകൻ. എന്റെ താഴെ ഒരാളുണ്ട്. 3ാമത്താണ് ആ കുട്ടി. ഇത് ഫാമിലി ഇവിടെ ഉണ്ട്. ഫാമിലിയെ കുറിച്ച് കുട്ടികളുടെ പേര്? മൂത്തമകൻ ജാസിർ അബ്ദുറഹ്മാൻ. എന്റെ താഴെ കുട്ടി ജിഷാദ്. എന്റെ താഴെ അവന്റെ പേര് ജിബില്. അങ്ങനെ ഞങ്ങള് 3 കുട്ടികളാണ് എനിക്ക്. പിന്നെ ഇപ്പൊ കഴിഞ്ഞ നവംബറിലായിരുന്നു എന്റെ മാരേജ്. മാരേജ് ഉണ്ടായിരുന്നു. മാരേജ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ആഗസ്റ്റിൽ ഞങ്ങൾ ഫാമിലിയൊക്കെ നാട്ടിൽ പോയി. ഇപ്പൊ മാരേജ് കഴിഞ്ഞ് തിരിച്ചു വന്നു. പിതാവിന്റെ ബിസിനസ്സിൽ മക്കൾക്ക് താല്പര്യം? മക്കൾ തന്നെയാണ് ഇപ്പൊ. ഇയാൾ തന്നെയാണ് ഇപ്പൊ മാനേജ്മെന്റ്. മുസഫയിലുള്ള കമ്പനി ഉണ്ട് അബുദാബി. കംപ്ലീറ്റ് മാനേജ്മെന്റ് ഇവരെ ഏൽപ്പിക്കുക. ഇപ്പൊ ഒരു 35 വർഷത്തോളം ഏകദേശം ആയി ഗൾഫിൽ. അപ്പൊ മെല്ലെ നാട്ടിൽ വലിയ എന്നുള്ളൊരു ഉദ്ദേശമാണ് ഉള്ളത്. നാട്ടിൽ പലരും ഈ ചോദിച്ച കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ ഒരുപാട് കാലം നിൽക്കുമ്പോൾ ഇവിടെ ആയിട്ട് അങ്ങ് ഇഴുകിപ്പോയി, നാട്ടിൽ ഇല്ല. അങ്ങനെയല്ല. ഞാനും അനിയനും തമ്മിൽ കൂടായിരുന്നു ബിസിനസ്. ഇപ്പൊ ഞങ്ങൾ വേർപിരിഞ്ഞിട്ട് 3 കൊല്ലമായിട്ടുള്ളൂ. ഞങ്ങൾ ഒരുമിച്ചിട്ട് കുറെ കാലം. അപ്പൊ 6 മാസം ഞാനുണ്ടാവും, 6 മാസം അനിയനുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു 20 വർഷത്തോളം ഞങ്ങൾ അങ്ങനെ ജീവിച്ചു. അപ്പൊ നാടിനായിട്ടുള്ള ബന്ധമുണ്ട്. 6 മാസം നാട്ടിലും 6 മാസം നാടുമായിട്ട് ബന്ധം വിട്ടിട്ടില്ല. നാട്ടിൽ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ? സംരംഭങ്ങൾ 2 സംരംഭങ്ങളുണ്ട് നമുക്ക്. എവിടെയൊക്കെയാണ്? എന്തൊക്കെയാണ്? എറണാകുളത്തെ ഒരു ബിസിനസ് ഉണ്ട്. ഒക്കെ ഷെയർ ആയിട്ടാണ്. ചാവക്കാടുണ്ട്. ഒക്കെ ബിസിനസ്സുകളുണ്ട്. സ്വന്തമായിട്ടൊന്നും നേരിട്ടിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മളൊന്നും നടത്തുന്നില്ല. കമ്പാരിറ്റീവ്ലി നാട്ടിലെ ഒരു ബിസിനസ്സിന് അനുകൂലമായ സാഹചര്യങ്ങളും ഇവിടുത്തെ സാഹചര്യങ്ങളും ഒന്ന് വിലയിരുത്താൻ കഴിയും. വിലയിരുത്താണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിന് സാധ്യതയും പ്രോഫിറ്റും എല്ലാം കൊണ്ടും ഇവിടെയാണ്. നാട്ടിലാവുമ്പോ പല ടാക്സുകളും മറ്റുള്ള എല്ലാ പ്രശ്നങ്ങളും. പിന്നെ ഇപ്പൊ അതിലുള്ളത് നമ്മളിപ്പോ ഇവിടെ നമ്മൾ സ്വന്തമായിട്ട് നാട്ടിലൊരു ബിസിനസ് നമ്മൾ ഏൽപ്പിച്ച്, പ്രത്യേകിച്ച് കുടുംബക്കാരെ ഏൽപ്പിച്ച പിന്നെ അത് അവസാനം അവരെയും കൂടിയിട്ട് നമ്മൾ തെറ്റേണ്ടി വരും. അപ്പൊ അത് 1-2 അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായ കാരണം ഇപ്പോ അതിലില്ല. ഉള്ള സ്നേഹം കളയണ്ടല്ലോ. അതാണ് ഇപ്പൊ അതിലുള്ള സത്യം. അതിപ്പോ ഗൾഫിന്റെ അവസ്ഥ തന്നെയാണ്. ഗൾഫിനുണ്ട് ആ പശ്ചാത്തലം.
നമ്മൾ അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ നമ്മളെ ഓവർടേക്ക് ചെയ്യലും അത് ആദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൽ ഒരു വിഷമമൊന്നുമില്ല. നാട്ടിൽ പ്രത്യേകിച്ച് അങ്ങനെ നാട്ടിലെ അവസ്ഥ അതാണ്.